ഇപ്പോൾ പരവൂർ മുനിസിപ്പൽ ടൗൺ ഹാളിൽ നമുക്കൊപ്പം ഇപ്പോൾ ആന്റണി പെരുമ്പാവൂർ, ചലച്ചിത്ര നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ മോഹൻലാലിന് വേണ്ടി റീത്ത് സമർപ്പിക്കാൻ എത്തിയതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. മോഹൻലാലിനൊപ്പം തന്നെ കുറച്ചധികം നല്ല സിനിമകൾ ചെയ്തു. ഏറ്റവും പ്രിയങ്കരനായ ഒരു നടനെയാണ്, ഒരു സുഹൃത്തിനെയാണ് തനിക്ക് നഷ്ടപ്പെട്ടതെന്ന് കുറച്ച് സമയത്തിന് മുമ്പ് ഫേസ്ബുക്കിൽ കുറിച്ചു ആന്റണി പെരുമ്പാവൂർ. മോഹൻലാലിൻ്റെ ചലച്ചിത്ര നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ റീത്ത് സമർപ്പിച്ച് ഭൗതിക ശരീരത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചു. കുടുംബാംഗങ്ങളെ കാണുകയാണ്. ഒപ്പം പ്രൊഡ്യൂസർ ആൻഡോ ജോസഫാണുള്ളത്. ഒരുപക്ഷെ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഈ നിമിഷങ്ങൾ ഒപ്പം തമാശകൾ പൊഴിച്ചും ഫലിതം പറഞ്ഞും നടന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ ചേതനയേറ്റ ശരീരത്തിന് മുൻപിൽ നിന്ന് ഒരുപാട് ഓർമ്മകൾ ഓടിക്കളിക്കുന്ന മനസ്സുമായിട്ടാണ് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച ചലച്ചിത്ര പ്രവർത്തകർ അവിടെ ഉള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സലിംകുമാർ എന്ന നടൻ ഒരു രോഗാതുരമായ മനസ്സിലേക്ക് മാറിയിട്ട് കുറച്ചധികം കാലമായി. പക്ഷേ ആ മനസ്സൊന്നും അങ്ങനെ പുറത്ത് കാണിക്കാൻ അദ്ദേഹം തയ്യാറായില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നമ്മുടെ മണിയുടെ ഉള്ള ഫ്ലവേഴ്സിൻ്റെ സ്റ്റുഡിയോയ്ക്ക് മുമ്പിൽ ടോപ്പ് സിംഗറുകളൊക്കെ പങ്കെടുക്കാൻ വരുമ്പോഴൊക്കെ അദ്ദേഹത്തിനെ കടുത്ത രോഗബാധിതനായി കണ്ടപ്പോഴൊക്കെ എങ്ങനെയുണ്ട്, എല്ലാം ഗംഭീരമായിട്ട് പോകുന്നു എന്ന് പറയുന്ന ഒരു ആത്മവിശ്വാസമുള്ള ഒരു നടൻ്റെ സാന്നിധ്യം ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വ്യക്തിബന്ധം എന്നും സൂക്ഷിക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹം. ഏതാണ്ട് 90കളിലും മുതൽ നമ്മൾ കണ്ടു തുടങ്ങി ഈ മഹാനടൻ്റെ സാന്നിധ്യം ഇല്ലാതാകുന്നു എന്നറിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സങ്കടമാകും. ഇന്നലെ കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു എന്നറിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥയെക്കുറിച്ച് അറിയാൻ വേണ്ടി അമൃത ആശുപത്രിയിലെ രഘുസ്വാമിയെ പോലുള്ള ആളുകളുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് അപകടനില തരണം ചെയ്യാൻ കഴിയുമോ എന്ന് ഞങ്ങൾക്കറിയില്ല എന്ന് അവർ പറയുമ്പോഴും ഈ നടൻ ഇതുപോലെ ഒരുപാട് മരണത്തിൻ്റെ വഴികളിൽ നിന്ന് തിരിച്ച് ജീവിതത്തിലേക്ക് നടന്നു കയറിയ പാരമ്പര്യമുള്ള ആളായതുകൊണ്ട് മടങ്ങി വരും എന്ന് കരുതിയിരുന്നു എന്നെപ്പോലുള്ള ആളുകൾ. എന്നാൽ അദ്ദേഹം ഇത്തവണ മരണത്തിന് കിടങ്ങിയായിരുന്നു. നിരന്തരം വന്ന ഹൃദയാഘാതത്തെ കടന്നു പോകാൻ ആ ചെറിയ ഹൃദയത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ചേതനയേറ്റ ശരീരമായി പരവൂർ മുനിസിപ്പൽ ടൗൺ ഹാളിൽ താൻ ഒരുപാട് പേരെ ചിരിപ്പിക്കുകയും ഒരുപാട് പേരെ ആവേശം കൊള്ളിക്കുകയും ഒരുപാട് പേരെ ചിന്തിപ്പിക്കുകയും ചെയ്ത അതേ ടൗൺ ഹാളിൽ ചേതനയേറ്റ ശരീരമായി കിടക്കുമ്പോഴും സലിംകുമാർ ലോകത്തോട് വിളിച്ചു പറയുന്ന കാര്യമുണ്ട്. എത്ര വളർന്നാലും മതേതരമായൊരു മനസ്സ് നിങ്ങൾ കൈവിടരുത് എന്ന് പറയുന്ന ഈ മനുഷ്യൻ പല ആളുകൾക്ക് മുന്നിലും ഉയർത്തിക്കെട്ടിയ ഒരു ദീപ്ത നക്ഷത്രമാണ് എന്ന് നമ്മൾ പറയേണ്ടി വരുന്നു. ആ രീതിയിലുള്ള വിശുദ്ധമായ മതബാഹ്യമായ ഒരു മനസ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നുള്ളതും തീർച്ചയായിട്ടും നമ്മൾ അടിവരയിട്ട് എഴുതണം. എന്ത് പറഞ്ഞാലും ജാതിയും മതവും പറയുന്ന ഈ മനുഷ്യരുള്ള മലയാളികളുള്ള ഈ കാലത്ത് സലിംകുമാറിനെ പോലെയുള്ള ആളുകൾ വ്യത്യസ്തരായി ഉയർന്നു നിൽക്കുന്നു എന്നുള്ളത് നമ്മളെ ആനന്ദിപ്പിക്കുന്നു. അദ്ദേഹം ചെയ്ത വേഷങ്ങൾ, അദ്ദേഹം നിറഞ്ഞാടിയ വേഷങ്ങൾ, ഒരുപക്ഷെ അദ്ദേഹത്തിന് ആദാമിൻ്റെ മകൻ അബു എന്ന ചിത്രത്തിലൂടെ 2010 ദേശീയ പുരസ്കാരം നേടിയ കഥാപാത്രം, അച്ഛനുറങ്ങാത്ത വീട്ടിലെ കഥാപാത്രങ്ങൾ, ഇതൊക്കെ തന്നെ ഒരുപക്ഷെ എത്ര കാലം കഴിഞ്ഞാലും സലീംകുമാർ എന്ന മഹാനടൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മെ ബോധ്യപ്പെടുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. അയാളും ഞാനും തമ്മിലെന്ന ചിത്രത്തിലെ ഹാസ്യ നടൻ ഈ വേഷത്തിനൊക്കെ തന്നെ അദ്ദേഹത്തിന് സംസ്ഥാന പുരസ്കാരം ലഭിച്ചിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.